ഈ ടാപ്പ് പോലെ ഇരിക്കുന്നത് ഒരു വാട്ടർ ഡിസ്പെൻസറാണ്. ഇത് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് വലിയ ക്യാനുകളിൽ നിന്നൊക്കെയുള്ള വെള്ളം എടുക്കുന്നതിന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇതിൻ്റെ ഇവിടെയാണ് ചാർജിങ് ഇതൊക്കെ ഉള്ളത്. നമുക്കിവിടെ ഓണും ഓഫും ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് ഒറ്റയടിക്ക് 600 ml വരെ ഇതിനകത്തുനിന്ന് ഒറ്റ പ്രസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ട്യൂബുണ്ട്. ഈ ട്യൂബാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് സ്പോട്ട്. നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഫുള്ള് ഫിനിഷ് ചെയ്ത് തരുന്നതാണ്. നമുക്കിത് പുതിയതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം. ഫുൾ ബോട്ടിലാണ്, ഇത് പൊട്ടിച്ചിട്ടില്ല. ഇതിനകത്ത് നമുക്ക് സാധാരണ വെള്ളം എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു മെഷീൻ വെച്ച് നമുക്ക് എങ്ങനെ ഇതിനകത്തുനിന്ന് ഫുള്ള് എടുക്കാമെന്ന് കാണിക്കാം. ഇത് കണ്ടോ, ഇത് നമ്മൾ ഓൾറെഡി തീർന്നു. അതിനകത്ത് മുഴുവൻ വെള്ളം ഏകദേശം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സീല് നമുക്ക് എടുത്തു മാറ്റാം. ഇവിടെ നിന്നിട്ടൊരു ഇത് കണ്ടോ, ഇവിടെ നമുക്കൊരു ഹോള് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. ഉണ്ടോ, ഇതിപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇത് നമുക്കിവിടെ ഇതിലിങ്ങനെ ഇറക്കി വിട്ടാൽ മതി. ഇത് മൊത്തം അതിനകത്തോട്ട് പൊക്കോളും. ഫിറ്റായി. ഇതാണ് ഇതിൻ്റെ ഓണ്. ഇത് 1 ടച്ച് ആണ്. ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. നമുക്കിതിപ്പം ഇത്ര മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പായി. ഇനി നമുക്ക് 600 ml എടുക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിൽ എടുക്കുക. ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് 600 ml ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിൽക്കും. പക്ഷെ നമ്മളത് മൊത്തം കാണിക്കുന്നില്ല. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നുകൂടെ നിൽക്കുക.